പ്രിയപ്പെട്ട വോട്ടർമാരോട് നിങ്ങളോട് നൽകിയ സ്നേഹോഷ്മമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നിങ്ങളോടൊപ്പം മകനായി, സുഹൃത്തായി, സഹോദരനായി എന്നും കാണും എന്നുള്ള വാക്ക് നൽകുന്നു. നന്ദി, നമസ്കാരം. ജയഹിന്ദ്, ജയ് ഭാരത്. മുന്നോട്ട് കേറി വരുന്നില്ല. നന്ദി പറയുന്നു. നിങ്ങളോടൊപ്പം ഞാൻ എന്നും കാണും, സഹോദരനായി, മകനായി എന്ന് മാത്രം കടന്നു പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുണ്ട്. മകനായി, സുഹൃത്തായി, സഹോദരനായി കാണും. കഴിഞ്ഞ 2 വർഷക്കാലം അത് സാധിച്ചു എന്ന് പൂർണ്ണമായ വിശ്വാസമുണ്ട്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഒരിക്കൽ കൂടി നൽകി എന്നെ വിജയിപ്പിച്ചാൽ എന്റെ പിതാവുണ്ടായിരുന്നപോലെ ഞാനും നിങ്ങളോടൊപ്പം കഴിഞ്ഞ 2 വർഷക്കാലം ഉണ്ടായിരുന്നപോലെ ഇനിയും കാണും എന്നുള്ള വാക്ക്. 35 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ്, 48 വീടുകൾ ഈ നാടിന് വേണ്ടി പൂർത്തീകരിക്കുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ള അഭിമാനം തീർച്ചയായിട്ടും ഏറിയ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ജയഹിന്ദ്, ജയ് ഭാരത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നൽകിയ സ്നേഹത്തിന്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എന്ന് കാണും. നന്ദി, നമസ്കാരം. ജയഹിന്ദ്. ഇതെല്ലാം ജയ്സന്റെ കാര്യ എവിടെ ചാണ്ടിക്കുമ്പനെ നിങ്ങളുടെ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നിങ്ങളോടൊപ്പം മകനായി, സുഹൃത്തായി എന്നും കാണും. നന്ദി, നമസ്കാരം. ചെയ്ത് നിങ്ങളുടെ വിലയേറിയ വോട്ട് നൽകി, കൈപ്പത്തി നൽകി എന്നെ വിജയിപ്പിക്കുക. നിങ്ങൾ സമയം പോകുന്നു, പെട്ടെന്ന് പോകണം. അതുകൊണ്ട് ബൈക്കിൽ പോകട്ടെ, മുമ്പോട്ട് പോകട്ടെ.
ഇടയ്ക്ക് കയറരുത്. എന്ന് ഈ നാട്ടിലെ പ്രബുദ്ധരായ ഓരോ വോട്ടർമാരോടും വിനയ പുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. കടന്നു വരുന്നു. കടന്നു വന്ന വഴിത്താറുകളിൽ ആദാനവൃന്ദം ജനങ്ങൾ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ോടൊപ്പം മകനായി, സുഹൃത്തായി, സഹോദരനായി എന്നും കാണും എന്ന് പറഞ്ഞിരുന്നു. അത് നിറവേറ്റുവാൻ സാധിച്ചു. 35 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ്, 48 വീടുകൾ, ഇനിയും 100 വീടുകൾ നമ്മൾ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ടാണ് ബാനറോ ഫ്ലെക്സോ പോസ്റ്ററോ ഇല്ലാത്തത്. നമുക്കറിയാം, ഫ്ലെക്സിനല്ല, നിങ്ങളുടെ ഹൃദയത്തിലാണ്. മുതൽ 2022 വരെ അദ്ദേഹത്തിന്റെ മരണവും അതിനോടനുബന്ധിച്ച് തന്നെ പെട്ടെന്ന് നടന്നു. അദ്ദേഹത്തെ ഓർക്കാതിരിക്കുവാൻ സാധിക്കത്തില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ തലകുനിക്കുന്നു. ഇവിടെ നിങ്ങൾ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണം, ആ സ്വീകരണം ഒരിക്കലും മറക്കില്ല. അതുപോലെ ഞാൻ നിങ്ങളോടൊപ്പം കാണും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് നൽകിയ സ്നേഹത്തിന്, സ്വീകരണത്തിന് നന്ദി പറയുന്നു. നിങ്ങളുടെ ബൈക്കുകൾ മുമ്പോട്ടെടുത്ത് നമുക്ക് സമയം കുറവാണ്. 10 മണിക്ക് നമുക്ക് ബൈക്ക് ഓഫ് ചെയ്യേണ്ടതുണ്ട്. അതിനു മുമ്പ് നമുക്ക് പ്രോഗ്രാം തീർക്കണം. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. കുറച്ച് സ്പീഡിൽ നിൽക്കണം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, നിങ്ങളെല്ലാം വലിയ സ്നേഹത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എല്ലാവർക്കും ഞാൻ സഹോദരനായ സുഹൃത്തായി എന്നും കാണും. നിങ്ങളെ നേരിൽ കാണുന്നതിന് അഭ്യർത്ഥിക്കുന്നതിന് കടന്നു വന്നാൽ അദ്ദേഹം നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊള്ളു. നിങ്ങളുടെ സഹോദരനായ സുഹൃത്തായി കാണുമെന്ന് 2 വർഷം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. 35 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ്, 48 വീടുകൾ ഈ നാട്ടിൽ ചെയ്തു. 100 വീടുകൾ ചെയ്യാൻ പോകുന്നു. ഇനിയും അതിനുവേണ്ടിയാണ് ഫ്ലെക്സ് ഇല്ല, ബാനർ ഇല്ല, പോസ്റ്റർ ഇല്ല. ഈ നാടിന് വേണ്ടി, ഈ നാടിന്റെ ക്ഷേമത്തിന് വേണ്ടി എന്റെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള തോന്നലാണ്. നിങ്ങളുടെ വീട്ടിലോട്ട് നൽകി എന്നെ വിജയിപ്പിക്കുക. നിങ്ങളോടൊപ്പം ഞാൻ നന്ദി. മുന്നോട്ട് ബൈക്കുകൾ മുമ്പോട്ട് പോട്ടെ. പോലെ എന്നും കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ചില അസൗകര്യം ഒട്ടേറെ പ്രത്യേകം ശ്രദ്ധ നമ്മൾ നമസ്കാരം ചെയ്യണം. ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ സാരഥി ഗാന്ധി വാഹനങ്ങളുടെ തൊട്ടു പിന്നാലെ നടന്നു വരുന്നു. വണ്ടി പോട്ടെ അങ്ങോട്ടെടുക്കും. അതുപോലെ 48 വീടുകൾ ഈ നാട് വേണ്ടി ചെയ്യാൻ സാധിച്ചു. ഇനി 100 വീട് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഒഴിവാക്കിയുള്ള ഒരു ഇലക്ഷൻ നമ്മൾ നേരിടുന്നത്. ഞങ്ങളുടെ വലിയ പ്രാർത്ഥന പിന്നിലുണ്ടാകും. ഞങ്ങളോടൊപ്പം മകനായി, സുഹൃത്തായി, കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആദരണീയനായ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്
പ്രിയപ്പെട്ട ജോഷി ഫിലിപ്പ് അവർ, പ്രിയപ്പെട്ട സിനി മാത്യു അവർ, പ്രിയപ്പെട്ട ഗീതി ഗിരീഷൻ, പ്രിയപ്പെട്ട പ്രകാശേട്ടൻ, പ്രിയപ്പെട്ട മാത്യു, പ്രിയപ്പെട്ട ജേസൻ, പ്രിയപ്പെട്ട സാധേട്ടൻ, പ്രിയപ്പെട്ട ജോബി, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, നിങ്ങളെല്ലാവരും കാണുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും സാധിച്ചതിൽ അതിയായ സന്തോഷം. സമയം വളരെ വൈകി, അവസാന നിമിഷത്തിലേക്ക് കടന്നിരിക്കുക. എങ്കിലും പ്രിയപ്പെട്ട ഹരിചേട്ടൻ, പ്രിയപ്പെട്ട അച്ഛൻ, പ്രിയപ്പെട്ട ഏവരും, പ്രിയപ്പെട്ട സഫീർ ജാൻ, പ്രിയപ്പെട്ട ഏവരും, ഇവിടെ അവസാന 10 നിമിഷം, പ്രിയപ്പെട്ട ഷാജി, അവസാന 10 നിമിഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ എന്താ പറയുക, ഇന്ന് പുതുപ്പള്ളിയിലെ ഈ സ്ഥാനാർത്ഥി പര്യടനം 4 സ്ഥാനാർത്ഥി പര്യടനത്തിലും ഏറ്റവും മികച്ചതായിരുന്നു എന്ന് എനിക്ക് പറയാൻ സാധിക്കും. പുതുപ്പള്ളിയുടെ സ്പെഷ്യൽ വെറൈറ്റി ആണ്. നല്ല ചാർജറായിരുന്നു, ചാർജറല്ല ഇൻചാർജ്. ഇതാവുമായി സലൂൺ. അത് അടുത്ത പ്രാവശ്യം ഞാൻ സാമിനോട് പറഞ്ഞു, കാര്യമൊന്നും കൊള്ളാം, അടുത്ത പ്രാവശ്യം തുടങ്ങുമ്പോ വെണ്ണിമല ക്ഷേത്രത്തിൽ തന്നെ തുടങ്ങണം. അവിടുന്ന് മറന്നു പോയിട്ട് പോലും അവിടെ കയറിയതിനു ശേഷമാണ് അനുഗ്രഹം ആയിട്ട് നമുക്ക് കിട്ടിയൊരു മഴ. ഈ ഭൂമി ആകെ തണുത്തു. ഇനി വലിയ സമാധാനത്തിൽ എന്താ പറയുക, ഉപശാരം കൂടാ, എല്ലാവർക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യം, എന്താ ചിലരൊക്കെ ഇവിടെ 2 വീട് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളതാ പറഞ്ഞത്. ഈ ഒരു പ്രദേശത്ത് തന്നെ ഇല്ലേ, ഈ ഒരു പ്രദേശത്ത് തന്നെ 2 വീട് ചെയ്തിട്ട് ചിലർ പറയുന്നു പുതുപ്പള്ളി മണ്ഡലത്തിൽ ഞാൻ 2 വീട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഈ കൊച്ചാലമൂട്ടുകാരോട് ചോദിക്കുകയാണ്, ഈ സ്ഥലത്തിൽ അസത്യപ്രചരണം നടത്തുന്നത് ശരിയാണോ? പണ്ട് സോളാർ കാലം ഇന്നലെ ഞാന് ഒരു സിനിമ കണ്ടു. ആ സിനിമയുടെ ആ സിനിമയിൽ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പലരും പറയും ഉമ്മൻചാണ്ടിയുടെ കഥ. ഞാൻ ഉമ്മൻചാണ്ടി ഞാൻ പറയുകയില്ല, കാരണം അതിനകത്തൊരു മകനുണ്ട്, 2 മക്കളുണ്ട്. 2ാമത്തെ ആളാണ് എന്താ പറയുക, നിവിൻ പോളി. കുടിക്കുന്ന ആളാണ്. ഞാനെന്തായാലും കുടിക്കുന്ന ആളല്ല, കുടിക്കുന്ന ആളല്ല. പുതുപ്പള്ളിക്കാരനായിട്ട് കുടിക്കാത്ത ചില മോശം പറയുന്നുണ്ട്, എങ്കിൽ പോലും ഞാൻ കുടിക്കുന്ന ഒരാളല്ല. ആ സിനിമയ്ക്കകത്ത് ഇതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്, ചില രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ കള്ളങ്ങൾ മാത്രം പറഞ്ഞ് ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ കുരിശിച്ചു. 9 വർഷക്കാലം അദ്ദേഹത്തെ വേട്ടയാടി. അങ്ങനെ വേട്ടയാടിയതിനു ശേഷവും ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പുതുപ്പള്ളിയോട് വൈരാഗ്യം, പുതുപ്പള്ളി റോഡുകളോട്, പുതുപ്പള്ളിയുടെ സ്ഥാപനങ്ങളോട്. തലപ്പാടിയിൽ നമുക്കൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നേ ഉണ്ടാവേണ്ടയാ, പക്ഷെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരിടത്തും എത്തിയിട്ടില്ല. നമ്മുടെ സിവിൽ സ്റ്റേഷൻ, മിനി സിവിൽ സ്റ്റേഷൻ ഉമ്മൻചാണ്ടിയുടെ പേര് കൊടുത്തിട്ടുണ്ട്, പക്ഷെ പൂർത്തിയാക്കിയിട്ടില്ല. എന്നേ പൂർത്തിയാവട്ടെ. ഇപ്പൊ പാകത്താനത്തോടെ എന്നാൽ സിദ്ധിച്ച് അവിടുന്ന് അവിടെ ഒരു കുളത്തിന് 63 ലക്ഷം കൊടുത്തിട്ട് 3 വർഷമായി. എന്താ അനക്കാത്തെ? പാമ്പാടിയിൽ ചെന്നാൽ അവിടെ വില്ലേജ് ഓഫീസ് അനക്കിയിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാർ സിവിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞ അതിന് വില്ലേജ് ഓഫീസർ പേരിട്ട് തറക്കല്ലിട്ടു. പിന്നെ ആ കല്ല് അനങ്ങിയിട്ടില്ല. ഇങ്ങനെ എത്ര സതീഷിനൊക്കെ അറിയാം. സതീഷിന്റെ ഭാഗത്തുള്ള ഹോസ്പിറ്റൽ അല്ലേ, കോട്ടയ്ക്കാടുള്ള ഹോസ്പിറ്റല്, ബിനോയുടെ സ്ഥലത്തെ റോഡുകൾ, ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടോ എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. അങ്ങനെ ഈ തരത്തിൽ പുതുപ്പള്ളിയോട് അവഗണന. അപ്പൊ അങ്ങനെയുള്ള അവഗണന നമ്മൾ സഹിച്ചിരിക്കുകയാണ്. നമ്മൾ ശക്തമായുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. ആ പ്രതിഷേധം കേരളമെമ്പാടും അലയടിച്ചു. നമുക്കറിയാം, ഉമ്മൻചാണ്ടി അപമാനിക്കാൻ വേണ്ടി EMSന്റെ പേര് കൊടുത്തു കമ്മ്യൂണിറ്റി ഹാളിന്. നമ്മൾ വിചാരിച്ചു EMSനോട് സ്നേഹം കൊണ്ട് അല്ല, ഉമ്മൻചാണ്ടി അവമാനിക്കാൻ വേണ്ടിയാണ്. കാരണം അതിനുശേഷം പണി തീരാത്ത സിവിൽ സ്റ്റേഷന് അദ്ദേഹത്തിന്റെ പേരിട്ടു. ഇപ്പൊ ഏറ്റവും അവസാനം പ്രിയപ്പെട്ട നമ്മുടെ സാബുചേട്ടൻ പുതുപ്പള്ളിയിൽ ഒരു ഉമ്മൻചാണ്ടി സ്ക്വയറിന് പേരിടാൻ തീരുമാനിച്ചു. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അദ്ദേഹം വരാൻ സമ്മതിച്ചു. പക്ഷെ ഈ സർക്കാർ അതിന് പാര വെച്ചു. ഈ സർക്കാരിന് അതല്ലേ അറിയുള്ളൂ. ഈ സർക്കാരിന് ഉമ്മൻചാണ്ടിയോട് വൈരാഗ്യമാ. അതുകൊണ്ടാണ് പുതുപ്പള്ളിയിലെ 2 റോഡുകൾക്ക് പോലും ഉമ്മൻചാണ്ടി സ്ക്വയർ എന്ന് പേരിടുവാൻ ഈ സർക്കാരിന് ആർജവമില്ലാത്ത, ധൈര്യമില്ലാത്ത. ഈ നാട്ടിൽ വന്ന് EMSന്റെ പേരിടാം, പക്ഷെ ഉമ്മൻചാണ്ടിയുടെ പേരിടുവാൻ ഈ സർക്കാരിന് സാധ്യമല്ല.
അതുകൊണ്ട് അങ്ങനെ വൈരാഗ്യം തീർക്കുന്ന ഒരു കാലത്തിൽ നിന്ന് നമുക്ക് വൈരാഗ്യമില്ല. എനിക്കൊരു കാര്യം അറിയാം, എത്ര നമ്മളോട് ശത്രുത കാണിച്ചാലും എത്ര നമ്മൾ വൈരാഗ്യം പുലർത്തിയാലും നിങ്ങളുടെ സ്നേഹം ഇവരുടെ ശത്രുതയെ കാട്ടി ശക്തമാണ്. നിങ്ങളുടെ ക്ഷമ ഇവരുടെ ശത്രുതയെ കാട്ടി കരുത്തുറ്റതാണ്. നിങ്ങളുടെ ക്ഷമയും നിങ്ങളുടെ സ്നേഹവുമാണ് എന്റെ പിതാവിനെ കാത്തു സംരക്ഷിച്ചത്. ഇനി എന്നെ കാത്തു സംരക്ഷിക്കാൻ പോകുന്നതും അത് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. നമ്മള് പുതുപ്പള്ളി ഫെസ്റ്റ് നടത്തി. അന്ന് പുതുപ്പള്ളിയുടെ കരുത്ത് തെളിയിച്ചു. ഇവിടെ പലരും വിചാരിച്ചു പല പ്രശ്നങ്ങളുണ്ടാകും, പലരും വരുമ്പോൾ ഒന്നും ഉണ്ടായില്ല. ഈ മഴ പോലും ഈ പ്രകൃതി പോലും ഇന്ന് ശാന്തമായത് കണ്ടില്ലേ? ആ വെണ്ണിമല രാമലക്ഷ്മണ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഈ മഴ നമ്മളെ ബാധിച്ചിട്ടില്ല. അവിടെ ചെന്നപ്പോൾ നമ്മൾ മഴ കൊണ്ട് അനുഗ്രഹിച്ചാണ് സ്വീകരിച്ചതെങ്കിൽ തിരിച്ചിറങ്ങിയപ്പോൾ മഴ ബാധിച്ചിട്ടേ ഇല്ല. അതേപോലെയായിരുന്നു പുതുപ്പള്ളി ഫെസ്റ്റ് നടത്തിയപ്പോഴും നമ്മളെ പൂർണ്ണമായി കാത്തു സംരക്ഷിച്ചു. അത് നമ്മൾ റോഡ് ഷോ നടത്തിയപ്പോഴും അതുപോലെ നമ്മളെ കാത്തു സംരക്ഷിച്ചു. മഴ നമ്മളെ ബാധിച്ചില്ല. ഇന്ന് നമ്മളെ ബാധിച്ചു എന്ന് പറയുന്നത് നമുക്ക് തോന്നൽ മാത്രമാണ്. 1 മണിക്കൂർ അവിടെ ഇരിക്കാൻ വേണ്ടിയായിരുന്നു. കാരണം എല്ലാ പ്രാവശ്യവും സ്ഥാനാർത്ഥി പര്യടനം അവിടെയാണ് തുടങ്ങുന്നത്. 1 മണിക്കൂർ ഈ പുതുപ്പള്ളിക്കാരൊക്കെ അവിടെ നിൽക്കേണ്ടവരാ. അതുകൊണ്ട് അന്ന് തുടങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് 1 മണിക്കൂർ അവിടെ നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെയാ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞു ഇവിടെ ഒരു മഴയും നമ്മൾ തൊട്ടിട്ടില്ല. തൊട്ടോ? അങ്ങനെ. അപ്പൊ സാമ അടുത്ത പ്രാവശ്യം ശ്രദ്ധിച്ചോണം. അങ്ങനെയുള്ള ആരാണെങ്കിലും എല്ലാ പര്യടനം ഇടുമ്പോൾ എല്ലാവരും കൂട്ടായിരുന്നിട്ട് ആലോചിച്ചിട്ട് ആദ്യം തീരുമാനിക്കും. കാരണം ഇത്രയും നാളും ഇവിടെ സ്ഥാനാർത്ഥി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വെണ്ണിമല രാമലക്ഷ്മണ ക്ഷേത്രത്തിൽ നിന്നാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. ഇന്ന് ചെറിയൊരു മാറ്റം ഇന്നുണ്ടായിരുന്നു. അപ്പൊ ആ മാറ്റം ഇനി വേണ്ട, തിരിച്ച് അവിടെ തന്നെ. എന്തായാലും എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേരുന്നു. നിങ്ങൾക്ക് നമുക്കിനി ഒത്തിരി കാര്യം ചെയ്യണം. നമുക്ക് പുതുപ്പള്ളിയെ സ്പോർട്സിന്റെ ഹബ്ബാക്കണം. നമുക്ക് പുതുപ്പള്ളിയെ IT സെന്റർ ആവണം, കൃഷിയുടെ ഹബ്ബാക്കണം. നമ്മുടെ മിനി സിവിൽ സ്റ്റേഷൻ അല്ല, സിവിൽ സ്റ്റേഷൻ അല്ല, റവന്യൂ ടവർ പുതുപ്പള്ളിക്ക് ഉണ്ടാവണം. നമ്മുടെ നാട്ടിൽ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടം ഉണ്ടാവണം. പാമ്പാടി ഇന്റർനാഷണൽ സ്റ്റേഡിയം വേണം. നമ്മുടെ പുതുപ്പള്ളിയിൽ പാറക്കടവ് പാലം നടക്കണം, അതേപോലെ വാണിങ്കൽ പാലം നടക്കണം, അതേപോലെ തന്നെ കമ്പനി കടവ് പാലം നടക്കണം. വിവിധ പാലങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കണം. ആശുപത്രിയുടെ കിടക്ക ചികിത്സ നമുക്ക് അയർക്കുന്നത് വേണം. ഇവിടെ പാമ്പാടിയുടെ താലൂക്ക് ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ആവണം. പുതുപ്പള്ളിക്ക് 2 ഹോസ്പിറ്റലെങ്കിലും വേണം സൂപ്പർ സ്പെഷ്യാലിറ്റി. എന്റെ ആഗ്രഹമാണ്. നമുക്ക് വരുന്ന സർക്കാരിനോട് KC വേണുഗോപാൽ അതിനോട് പറഞ്ഞിട്ടുള്ളതാ, പുതുപ്പള്ളിക്ക് പരീക്ഷ സഹിതം ചേർത്ത് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു നൽകും. അതിനുള്ള ശ്രമത്തിലാണ്. ആ ശ്രമത്തിന് നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇനി 1 മിനിറ്റ് ഉണ്ട്. ഇനി 1 മിനിറ്റ് നമ്മള് സമയം പാലിക്കുന്നവരാ. എന്തൊക്കെ പറഞ്ഞാൽ 10 എന്ന് പറഞ്ഞാൽ 10. അതിനപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. അത് ഞാൻ എന്റെ പിതാവിന് കണ്ടുപിടിച്ചൊരു ഭാഗം. അദ്ദേഹം 10 എന്ന് പറഞ്ഞാൽ 10 നിർത്തിയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി ഇന്ന് വലിയ സ്നേഹമാണ് പുതുപ്പള്ളി. ഓരോ വീട്ടിനും മുന്നിൽ വീടുകൾ എന്താ പറയാ വളരെ കുറവായിരുന്നു ആളുകൾ പുറത്ത് ഇറങ്ങി നിൽക്കാത്ത. എന്റെ തെരഞ്ഞെടുപ്പിൽ പോലും ഇത്രയും അധികം ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. അത്രയും അധികം ആളുകൾ തന്ന സ്നേഹം അത് ഉമ്മൻചാണ്ടിയോടുള്ള കരുതലാണ്, ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹമാണ്. ഉമ്മൻചാണ്ടി എന്നും നിങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നു. അതുകൊണ്ടാണ് ചിലർക്ക് ഇന്നും ചില അസ്വസ്ഥതകൾ. ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ ചിലർക്ക് അസ്വസ്ഥ, എല്ലായിടത്തും അസ്വസ്ഥ, പറയാതിരിക്കാൻ മേല. അസ്വസ്ഥ പലതരത്തിലുണ്ട്. ആ അസ്വസ്ഥതയ്ക്കൊക്കെ ഉള്ള മരുന്ന് ഈ പ്രാവശ്യം പുതുപ്പള്ളിയിലെ ജനങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ട് നൽകി വിജയിപ്പിക്കുക. നന്ദി, നമസ്കാരം. രാവിലെ 4 മണിക്ക് കോട്ടയ്ക്കാട് നിന്ന് ആരംഭിച്ച ഈ പര്യടന പരിപാടിയിൽ സംബന്ധിച്ച് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മഴയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പവും കൂടാതെ നമ്മുടെ എല്ലാ പോയിന്റുകളിലും പോകുവാൻ നമുക്ക് സാധിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണമാണ്. മുമ്പോട്ട് നിങ്ങളുടെ എല്ലാവരും സഹകരണം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു.